വിശദമായി നോക്കാം. ഇറാൻ പിടിച്ചെടുത്ത ചരക്ക് കപ്പലിലുണ്ടായിരുന്ന മലയാളി യുവതി ആൻ ടെസ തിരിച്ചെത്തിയതായി വിദേശകാര്യ മന്ത്രാലയം. തൃശൂർ വെളുത്തൂർ സ്വദേശി ആൻ ടെസ ജോസഫാണ് കൊച്ചി വിമാനത്താവളത്തിൽ എത്തിയത്. വിദേശകാര്യ മന്ത്രാലയ ഉദ്യോഗസ്ഥർ ചേർന്ന് ഇവരെ സ്വീകരിച്ചു. ഒരു വർഷം മുമ്പാണ് ആൻ ടെസ മുംബൈയിലെ MSC ഷിപ്പിംഗ് കമ്പനിയിൽ ജോലിയിൽ പ്രവേശിച്ചത്. പരിശീലനത്തിന്റെ ഭാഗമായി 9 മാസം മുമ്പാണ് ഈ കപ്പലിൽ എത്തിയത്. വിവരങ്ങളുമായി നവമി ദിനേശ് കൊച്ചിയിൽ നിന്ന് ചേരുകയാണ്. നവമി, ഏറെ സന്തോഷമുള്ളൊരു വാർത്തയാണ്. ഒരുപാട് നമ്മൾ ആശങ്കപ്പെട്ടിരുന്നു. എന്തായാലും ആൻ തിരിച്ചെത്തിയിരിക്കുന്നു. വിദേശകാര്യ മന്ത്രാലയത്തിന്റെ ഇടപെടൽ ഫലം കണ്ടിരിക്കുന്നു. എങ്ങനെയാണ് കൂടുതൽ വിവരങ്ങൾ? തീർച്ചയായും ആര്യ, നമുക്ക് ഏറെ ആശങ്കയുളവാക്കുന്ന ഒരു വാർത്തയായിരുന്നു കഴിഞ്ഞ ആഴ്ച പുറത്തു വന്നത്. ഈ ഇറാൻ പിടിച്ചെടുത്ത കപ്പലിൽ ഇസ്രായേലിന്റെ കപ്പലിൽ മലയാളികൾ ഉൾപ്പെടെ 4 പേരുണ്ടായിരുന്നു. അതിൽ ആൻ ടെസയാണ് ഇപ്പോൾ തിരിച്ചെത്തിയിരിക്കുന്നത്. 4 മണിയോടുകൂടിയായിരുന്നു നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ ആൻ തിരിച്ചെത്തിയത്. ആനിനെ നെടുമ്പാശ്ശേരിയിലെ റീജിയണൽ പാസ്പോർട്ട് ഓഫീസർ സ്വീകരിക്കുകയും ചെയ്തു. ഈ ഒരു കപ്പലിൽ MS ADS എന്ന കപ്പലിൽ മൊത്തം 17 ഇന്ത്യക്കാരുണ്ടായിരുന്നു. അതിൽ 4 പേരാണ് മലയാളികളായി ഉണ്ടായിരുന്നത്. ഇന്ത്യൻ ഡെക്ക് കേഡറ്റായിട്ടാണ് ആൻ ടെസ ജോലി ചെയ്തിരുന്നതും. അതോടൊപ്പം 16 ഇന്ത്യക്കാരുടെ മോചനത്തിനായുള്ള ശ്രമം ഇപ്പോഴും ഇന്ത്യൻ നയതന്ത്ര ഉദ്യോഗസ്ഥർ തുടരുകയാണ്. ഇത് എന്നും ഇപ്പോൾ അറിയിച്ചിട്ടുണ്ട്. എന്നാലും 16 ജീവനക്കാരുടെയും ആരോഗ്യനില തൃപ്തികരമാണെന്നും ഇവർ കുടുംബാംഗങ്ങളുമായി സംസാരിച്ചു എന്നും ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം അറിയിക്കുകയും ചെയ്തു. ആൻ ടെസയെ കൂടാതെ സെക്കൻഡ് ഓഫീസറായ വയനാട് മാനന്തവാടി സ്വദേശി PV ധനേഷും ഒപ്പം തന്നെ കോഴിക്കോട് മാവൂർ സ്വദേശിയായ ശ്യാംനാഥും തേർഡ് എഞ്ചിനീയറായ പാലക്കാട് കേരളശ്ശേരി സ്വദേശി S സുമേഷുമാണ് കപ്പലിലുള്ള മറ്റ് മലയാളികൾ. ഇവരെയും ഉടൻ തന്നെ നാട്ടിലേക്ക് എത്തിക്കുമെന്ന ഉറപ്പുകൂടി നൽകിയിട്ടുണ്ട്. മൊത്തം 17 പേരായിരുന്നു. അതിൽ 4 പേരാണ് മലയാളികൾ. അതിലിപ്പോൾ ടെസ നാട്ടിലെത്തിയിരിക്കുന്നു. അത് സന്തോഷകരമായിട്ടുള്ള ഒരു വാർത്തയാണ്. 4 മണിയോടുകൂടിയായിരുന്നു ടെസ നെടുമ്പാശ്ശേരിയിൽ വിമാനം ഇറങ്ങിയത്. ഉടൻ തന്നെ തൃശ്ശൂരിലേക്ക് സ്വന്തം വീട്ടിലേക്ക് പോവുകയും ചെയ്തു. എന്തായാലും വളരെ സന്തോഷം നൽകുന്ന ഒരു വാർത്ത കൂടിയാണ് പുറത്തു വന്നിരിക്കുന്നത്. ഇതിൽ ഈ ഒരു കപ്പൽ, അതായത് നമുക്കറിയാവുന്നതുപോലെ തന്നെ കഴിഞ്ഞ ശനിയാഴ്ചയായിരുന്നു ഈ ഒരു കപ്പൽ ഒമാൻ ഉൾക്കടലിന് സമീപത്തുള്ള ഫോർമസ് കടലുടുക്കിൽ വെച്ച ഇസ്രായേൽ ബന്ധമുള്ള ഈ ചരക്ക് കപ്പൽ ഇറാൻ സൈന്യം പിടിച്ചെടുത്തത്. 4 മലയാളികൾ ഉൾപ്പെടെ 17 ഇന്ത്യക്കാരുണ്ടായിരുന്നു. ഈ 17 പേരെയും ബാക്കി 16 പേരെ ടെസ നാട്ടിലെത്തിയിട്ടുണ്ട്. ബാക്കി 16 പേരെയും മോചിപ്പിക്കാനുള്ള ശ്രമം അതിതീവ്രമായി തന്നെ തുടരുകയാണ്. ഉടൻ തന്നെ അവരും നാട്ടിലെത്തുമെന്നുള്ളൊരു വാർത്ത കൂടി ആണ് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഹെലികോപ്റ്ററിൽ എത്തിയ ഇറാൻ സേനാംഗങ്ങളാണ് ഈ ഒരു കപ്പൽ പിടിച്ചെടുത്ത് കൊണ്ടുപോയത്. ഇസ്രായേലുമായുള്ള സംഘർഷത്തെ തുടർന്നാണ് ഇറാൻ കമാൻഡോകൾ കപ്പൽ പിടിച്ചെടുക്കുകയും ചെയ്തത്. ഇത് ആശങ്കയുളവാക്കുന്ന വാർത്ത കൂടിയായിരുന്നു. അതിൽ മലയാളികൾ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ഏവരും ആശങ്കപ്പെട്ടു. പക്ഷേ ആശ്വാസം എന്നോണം ടെസ ഇപ്പോൾ തിരിച്ച് നാട്ടിലേക്ക് എത്തിയിരിക്കുകയാണ്. ബാക്കിയുള്ളവരെയും ഉടൻ തന്നെ നാട്ടിലേക്ക് എത്തിക്കുകയും ചെയ്യും. അതെ നവമി, 4 മലയാളികളായിരുന്നു അതിൽ കുടുങ്ങിയിരുന്നത്. അവരെ 4 പേരെയും തിരിച്ചെത്തിക്കുക എന്നുള്ളത് തന്നെയാണ് നമ്മുടെ ശ്രമം. അതിനുള്ള ശ്രമങ്ങൾ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നുണ്ട്. ടെസ കൂട്ടത്തിലെ ഏക വനിതയാണ്. അതേപോലെ തന്നെ ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി കൂടിയായിരുന്നു. എന്തായാലും ടെസയെ ആദ്യം എത്തിക്കാനുണ്ടായ ഒരു തീരുമാനം, അതെന്തുകൊണ്ടാണ് എടുത്തത് എന്നത് സംബന്ധിച്ച് എന്തെങ്കിലും വിവരമുണ്ടോ? അതെങ്ങനെയാണ് സാധ്യമാക്കിയത് എന്നുള്ളത് സംബന്ധിച്ച് വിദേശകാര്യ മന്ത്രാലയം എന്തെങ്കിലും വിശദീകരണം നൽകുന്നുണ്ടോ നവമി? ആര്യ, അതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശദീകരണം വിദേശകാര്യ മന്ത്രാലയം അറിയിക്കുന്നില്ല. ടെസ നാട്ടിലേക്ക് തിരിച്ചെത്തി എന്നുള്ളത്. ശരി നവമി, ഞാൻ നവമിയിലേക്ക് തിരികെ എത്താം. ഇപ്പോൾ ബിജു എബ്രഹാം ചേരുന്നുണ്ട്. ടെസയുടെ അച്ഛനാണ്. ശ്രീ ബിജു, ഏറെ സന്തോഷം നൽകുന്ന വാർത്തയാണല്ലേ? നമ്മളെല്ലാവരും ഒരുപാട് ആശങ്കപ്പെട്ടിരുന്നു. എന്തായാലും ടെസ ഒരു കുഴപ്പവുമില്ലാതെ എത്രയും പെട്ടെന്ന് തന്നെ നാട്ടിലേക്ക് എത്താൻ ടെസയ്ക്ക് സാധിച്ചു. എങ്ങനെയുണ്ട് മകളെ കണ്ടിട്ട് ആ ഒരു മുഹൂർത്തം, ആ ഒരു നിമിഷം എന്ത് തോന്നുന്നു ഇപ്പോ? അല്ല, ആ മുഹൂർത്തം എന്ന് പറഞ്ഞാല് അത് നമുക്ക് ബൈ വേഴ്സിൽ പറയാൻ പറ്റില്ല. കാരണം വലിയൊരു ആശ്വാസവും നമ്മുടെ മനസ്സിന് ഭയങ്കര ഒരു ഉണർവാ കിട്ടിയത്. അവള് വന്നു കഴിഞ്ഞപ്പോൾ തന്നെ, അവളെ കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ നമ്മുടെ വിഷമതകളെല്ലാം ഏതാണ്ട് മാറിപ്പോയി. പിന്നെ ആ കൂട്ടത്തിലുള്ള അവളും പറയുന്ന ഇതാണ്, അവള് മാത്രമേ ആ കപ്പലിൽ നിന്നും പുറത്തു വന്നിട്ടുള്ളൂ, ബാക്കി എല്ലാരും അവിടെ കിടക്കുക. അതിന്റെ ഒരു വിഷമമുണ്ട്. അപ്പൊ എന്നാ പറഞ്ഞാലും നമ്മുടെ സെൻട്രൽ ഗവൺമെന്റ് ഇത്ര പെട്ടെന്ന് അവളെ റിലീസ് ചെയ്തതിൽ ഒരുപാട് നന്ദിയുണ്ട്. ആ കൂട്ടത്തിൽ മറ്റുള്ളവരെയും കൂടി കടത്തിക്കൊണ്ട് വരണമെന്നാണ് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത്.
തീർച്ചയായും ഒരുപാട് വിഷമിച്ച ടെൻഷൻ അടിച്ച ഒരു മുഹൂർത്തമല്ലായിരുന്നോ ഈ കഴിഞ്ഞു പോയ 2-3-4 ദിവസങ്ങൾ അല്ലേ? അയ്യോ, അത് ബൈ വേഴ്സിൽ പറയാൻ പറ്റില്ല. വിഷമോ എന്നല്ല അതിന് പറയണ്ടേ. അതെനിക്ക് ഐ എം നോട്ട് ഗെറ്റിംഗ് ദ കറക്റ്റ് വേർഡ്സ്. തീർച്ചയായും വിഷമോ എന്ന് പറഞ്ഞാൽ ശരിയാവൂല. അത് നമ്മൾ അനുഭവിച്ചാലേ, ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഒക്കെ നമ്മൾ അനുഭവിച്ചാലേ അതിന്റെ കാഠിന്യം നമുക്ക് മനസ്സിലാകും. അതെ. ഇതിനിടയിൽ ഒരു തവണ ടെസയുമായി സംസാരിക്കാൻ സാധിച്ചിരുന്നു അല്ലേ? ഒരു തവണയല്ല, അവളെ 2-3 പ്രാവശ്യം വിളിച്ചിരുന്നു. അപ്പോഴൊക്കെ ടെസ വലിയ ആത്മവിശ്വാസത്തിലായിരുന്നു അല്ലെ? കുഴപ്പമൊന്നുമില്ല, ഉടനെ എത്തും എന്നുള്ള ആത്മവിശ്വാസത്തിൽ വളരെ കോൺഫിഡന്റ് ആയിരുന്നു. പിന്നെ അവൾക്ക് മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് പറഞ്ഞു. അവള് ഞങ്ങളെ ആശ്വസിപ്പിക്കാൻ അവള് നോക്കുന്നു. അവള് പറയുന്നത് അവക്കൊരു അവിടെ ഭാഗത്തൊന്നും ഒരു പ്രശ്നവും ഇല്ല എന്ന് അവള് പറഞ്ഞു. ടെസ വീട്ടിലെത്തിയോ? ഇല്ലില്ല, ഞങ്ങൾ ഓൺ ദ വേ ആണ്. എയർപോർട്ടിലേക്ക് പോകുന്ന വഴിയാണോ? എയർപോർട്ടിൽ നിന്ന് തിരിച്ചു വരികയാണ്. ഓ ശരി. ടെസ കൂടെ ഉണ്ടോ ഇപ്പോൾ? അവള് വണ്ടിയെ കിടന്ന് ഉറങ്ങുക. ഓ, ഇനി തൃശ്ശൂരിലെ വീട്ടിലേക്കാണോ പോകുന്നേ? ഇല്ല, ഞങ്ങൾ കോട്ടയത്തേക്കാണ് വരുന്നത്. കോട്ടയത്തേക്കാണ് അല്ലേ? എന്തായാലും വളരെ സന്തോഷം, ഞങ്ങൾക്കും വളരെ സന്തോഷം. എന്തായാലും കൃത്യമായ ഇടപെടൽ, കൃത്യസമയത്ത് വിദേശകാര്യ മന്ത്രാലയത്തിന്റെ ഇടപെടൽ ഉണ്ടായി. എന്തായാലും ടെസ എത്രയും പെട്ടെന്ന് നാട്ടിലേക്ക് തിരികെ എത്താൻ സാധിച്ചു. ഇനി 3 മലയാളികളാണ് ഉള്ളത്. ടെസയുടെ പിതാവ് ബിജു എബ്രഹാം സൂചിപ്പിച്ചതുപോലെ തന്നെ അവരും കൂടി നാട്ടിലേക്ക് എത്തിയാൽ മാത്രമേ ആ ഒരു സന്തോഷം പൂർണ്ണമാവൂ. എന്തായാലും വലിയ ആശ്വാസം നൽകുന്ന ഒരു വാർത്തയാണ്. നവമി, വിദേശ മന്ത്രാലയത്തിന് ഞങ്ങളുടെ എല്ലാ നന്ദികളും ഞങ്ങൾ പറയാണ്. അതുപോലെ അവർ ഇനിഷ്യേറ്റീവ് എടുത്ത് ബാക്കിയുള്ളവരെയും കൂടെ വീട്ടിൽ എത്തിക്കണമെന്നാണ് ഞങ്ങൾ പറയുന്നത്. ഒരു കാര്യം കൂടി പറഞ്ഞോളൂ. എന്നെ പോലെ ആ കുടുംബങ്ങളും വേദനിക്കുന്നുണ്ട്. തീർച്ചയായും. അപ്പൊ അവരെയും കൂടെ രക്ഷിച്ച് കൊണ്ടുവരണമെന്നാണ് ഞങ്ങൾ പറയുന്നത്. എന്നാലേ ഞങ്ങളുടെ സന്തോഷം പൂർണ്ണമായോ. തീർച്ചയായും. ടെസ ആദ്യം കണ്ടപ്പോൾ എന്താണ് പറഞ്ഞത്? കണ്ടതെന്ന് പറഞ്ഞാല് എനിക്കും അവക്കും ഒന്നും വേഴ്സ് കിട്ടുന്നില്ല. ഞങ്ങള് വിതുമ്പി പൊട്ടുക ചെയ്യുന്നു. അതെ അതെ. അവിടുത്തെ എന്തെങ്കിലും എക്സ്പീരിയൻസിനെ കുറിച്ച് ടെസ പറഞ്ഞോ? ഈ കണ്ട സമയത്തോ കാറിലേക്ക് കയറുന്ന സമയത്തോ മറ്റോ? ഇല്ല, ഒന്നും പറഞ്ഞില്ല. അല്ല, അവള് ഭയങ്കര ടയേർഡാണ്. അതുകൊണ്ട് അവള് സീറ്റേ കിടന്ന് വണ്ടിയെ കിടന്ന് ഉറങ്ങുക. ഞാൻ പിന്നെ വിളിക്കണ്ടെന്ന് പറഞ്ഞു. തീർച്ചയായും. ശരി, വളരെ നന്ദി ശ്രീ ബിജു എബ്രഹാം ഈ നിമിഷം ഞങ്ങളോടൊപ്പം ചേർന്നതിനും പ്രതികരിച്ചതിനും. നവമി ദിനേശ് തുടരുന്നുണ്ട്. നവമി, ഇനി 3 പേരെ കൂടിയാണ് എത്തിക്കാനുള്ളത്. 17 ഇന്ത്യക്കാർ തിരികെ എത്തേണ്ടതുണ്ട്. നമ്മൾ മലയാളികൾക്ക് ഏറെ ആശങ്ക ഈ 4 പേരെ ചൊല്ലിയായിരുന്നു. എന്തായാലും അതിൽ ടെസ തിരികെ വന്നു. ഇനി 3 പേരാണ് ബാക്കിയുള്ളത്. അവരെ നാട്ടിലേക്ക് എത്തിക്കാനുള്ള നടപടികൾ എങ്ങനെ പുരോഗമിക്കുന്നു, എപ്പോഴത്തേക്ക് എത്തും എന്നുള്ള എന്തെങ്കിലും സൂചന ലഭിക്കുന്നുണ്ടോ? ആര്യ, ഇപ്പോൾ വിദേശകാര്യ മന്ത്രാലയം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലായ എക്സിലൂടെയാണ് ഈ വിവരം അറിയിച്ചത്. ടെസ നാട്ടിലേക്ക് എത്തി എന്നുള്ളൊരു വിവരം. അതിനെ തുടർന്നാണ് നമ്മൾ എല്ലാവരും ഇത് അറിയുകയും ചെയ്തത്. അതോടൊപ്പം തന്നെ ബാക്കിയുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള മലയാളികളല്ലാതെ മൊത്തം 17 പേരുണ്ട്. അതിൽ 4 മലയാളികൾ, അതിലൊന്ന് ടെസയായിരുന്നു. ബാക്കി 3 മലയാളികളും അതോടൊപ്പം തന്നെ ബാക്കിയുള്ളവരെയും എത്രയും വേഗം നാട്ടിലെത്തിക്കുമെന്ന് കൂടി വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട്. അതോടൊപ്പം ഇവർ കുടുംബവുമായി ബന്ധപ്പെട്ടിരിക്കുകയാണ്. അവരുടെ ആരോഗ്യനിലയിൽ പൂർണ്ണ തൃപ്തികരമാണ്. അവർക്ക് മറ്റ് ബുദ്ധിമുട്ടുകളൊന്നും തന്നെ അവിടെ നിന്ന് നേരിടുന്നില്ല. അവരെയും ഉടൻ തന്നെ നാട്ടിലേക്ക് എത്തിക്കുമെന്നുള്ളൊരു വാർത്ത കൂടി ഇതിനോടൊപ്പം വിദേശകാര്യ മന്ത്രാലയം അറിയിക്കുകയും ചെയ്യുന്നുണ്ട്. ഇത് നമുക്ക് ആശ്വാസകരമായിട്ടുള്ള വാർത്ത കൂടി തന്നെയാണ്. മറ്റ് മലയാളികൾ എന്ന് പറയുമ്പോൾ വയനാട് മാനന്തവാടി സ്വദേശിയായ PV ധനീഷ് ഈ കപ്പലിലെ തന്നെ സെക്കൻഡ് ഓഫീസറായാണ് ജോലി ചെയ്യുന്നത്. അതോടൊപ്പം സെക്കൻഡ് എഞ്ചിനീയർ ആയ കോഴിക്കോട് മാവൂർ സ്വദേശി ശ്യാംനാഥും തേർഡ് എഞ്ചിനീയർ ആയ പാലക്കാട് കേരളശ്ശേരി സ്വദേശി സുമേഷുമാണുള്ളത്. ഇവർ 3 പേരും എന്തായാലും ബന്ധുക്കളുമായി സംസാരിക്കുകയും ചെയ്തിട്ടുണ്ടെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ഇനി 16 പേരാണ്. ഈ 3 പേരും ഉൾപ്പെടെ 16 ഇന്ത്യക്കാരാണ് ഇനി ആ കപ്പലുള്ളത്. അവരെയും എത്രയും വേഗം വിട്ടുകിട്ടാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ ഇതിനോടകം തന്നെ നടക്കുന്നുണ്ട്. അതിനിടയിലാണ് ടെസ നാട്ടിലേക്ക് എത്തി എന്നുള്ളൊരു സന്തോഷ വിവരം കൂടി വിദേശകാര്യ മന്ത്രാലയം അറിയിക്കുന്നത്. എന്തായാലും ബാക്കിയുള്ളവരെയും ഉടൻ തന്നെ നാട്ടിലേക്ക് എത്തിക്കും. ഇവരുടെ ആരോഗ്യനില തൃപ്തികരമാണ്. ഇവർ കുടുംബവുമായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന വിവരം കൂടിയാണ് ഇപ്പോൾ വിദേശകാര്യ മന്ത്രാലയം അറിയിക്കുകയും ചെയ്യുന്നത്. ടെഹ്റാനിലെ ഇന്ത്യൻ നയതന്ത്ര ഉദ്യോഗസ്ഥർ ഇതിനു വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നിരന്തരം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. കപ്പലിൽ ശേഷിക്കുന്ന 16 ഇന്ത്യക്കാരെയും ഉടൻ തന്നെ അവരുടെ നാട്ടിലേക്ക് എത്തിക്കുമെന്ന് കൂടി അറിയിക്കുന്നുണ്ട്. കൂടുതൽ വിവരങ്ങൾ ഇപ്പോഴും നമുക്ക് ലഭ്യമായിട്ടില്ല. ആര്യ.
തീർച്ചയായും നവമി ദിനേശാണ് വിവരങ്ങൾ നൽകിയത്. ഇറാൻ പിടിച്ചെടുത്ത ചരക്ക് കപ്പലിൽ ഉണ്ടായിരുന്ന മലയാളി യുവതി ആൻറ്റസ എന്തായാലും നാട്ടിൽ തിരികെ എത്തിയിരിക്കുകയാണ്. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ വന്നിറങ്ങി കുടുംബം എത്തി ആൻറ്റസയെ സ്വീകരിച്ച് ഇപ്പോൾ അവർ തൃശൂരിലെ വസതിയിലേക്ക് പൊക്കൊണ്ടിരിക്കുകയാണ്. ടെസയുടെ പിതാവ് ബിജു എബ്രഹാമാണ് അല്പസമയം മുമ്പ് നമ്മളോട് സംസാരിച്ചത്. എന്തായാലും വളരെ ആശ്വാസകരമായിട്ടുള്ള ഒരു വാർത്തയാണ്. ഇനി 3 പേർ കൂടിയാണ് കപ്പലിൽ കുടുങ്ങിയിട്ടുള്ളത്. അവരെ എത്രയും പെട്ടെന്ന് നാട്ടിൽ എത്തിക്കാനുള്ള ശ്രമങ്ങൾ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ ഭാഗത്തു നിന്നും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. നവമി ദിനേശാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. ഇനി കൂടുതൽ